കുടിക്ക്. അച്ഛേ, 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 എനിക്ക് ഗുഡ് മോർണിംഗ്. ഒന്നുമില്ല, ഒന്നുമില്ല. അച്ഛേ, ഹലോ ചേ, നോക്കി. അച്ഛേ, നമുക്കൊന്ന് റെഡി ആയാലോ? ഞാൻ പോയി ബ്രഷ് എടുത്തോണ്ട് വരട്ടെ? പൊക്കാണ് ചേ. എന്നാ പറ്റിച്ചേ? ഇനി അങ്ങനൊന്നും ഉണ്ടാവില്ല ചേ. ചേ, ചേ, ഇനി അങ്ങനൊന്നും ഉണ്ടാവില്ല. സത്യം. ചേ, പോട്ടെ ചേ, വിട്ടേക്ക ചേ. ചേ, ഇനി ഉണ്ടാവില്ല. സത്യം ഇതല്ലല്ലേ പറയുന്നത്? ഇനി ഉണ്ടാവില്ല. പോട്ടെ ചേ, വിട്ടേക്ക, നീ വിട്ടേക്ക്. ഓക്കെ അല്ലേ ചേ? ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഒന്ന് കുളിച്ചാലോ? കുളിച്ച് ഫ്രഷ് ആയിട്ട് ഫുഡൊക്കെ കഴിക്കാം. എന്താ വരുന്നേ?
ഹായ്. എന്നെ ഒരു പ്രസന്നതയാ. അച്ഛനെ കാണാൻ വന്ന. വരൂ. ചേച്ചി ഒരു ചായ. എന്നാ പിന്നെ ഒരു ചായ കുടിച്ചിട്ട് അച്ഛനെ കാണാം അല്ലേ? ബാ ഇരിക്കി. ഇതാണ് ബെൽത്താസ്. ഇത് അഡ്വക്കേറ്റ് റോണി, നമ്മുടെ ലീഗൽ മാറ്റേഴ്സ് എല്ലാം നോക്കുന്ന പുള്ളിയാ. അച്ഛൻ നല്ല ഹാപ്പി ആണല്ലോ. നോക്കാൻ ഫുൾ ടൈം ആളല്ലേ, പിന്നെ എന്നാ പേടിക്കാനാ? ചുമ്മാ കിടന്നു കൊടുത്താ പോരെ? എന്താ ചേ മനസ്സിലായി? ഇവര് നന്നായി നോക്കുന്നുണ്ടെന്നല്ലേ? അച്ഛൻ പറയുന്ന എന്താന്ന് മനസ്സിലാവുന്നുണ്ടോ? അതിപ്പോ വക്കീലിനെ കണ്ടതുകൊണ്ട് ബില്ലിന്റെ കാര്യം ഓർത്താന്ന് തോന്നുന്നു അല്ലേ അച്ചായ? അത് അച്ചായൻ പറഞ്ഞ പോലെ തന്നെ റെഡിയാക്കിയിട്ടുണ്ട്. എല്ലാം സെലനിക്ക് കിട്ടും. ഏതായാലും അച്ചായൻ നല്ല ഉഷാറായിട്ടുണ്ട്. ഇനിയിപ്പോൾ അധികം താമസിക്കാണ്ട് 6 മണി പോലെ എണീറ്റ് നടക്കും. നടക്കുന്നു. എന്നാ ഞാൻ ഇറങ്ങട്ടെ അച്ചായ? ഇടയ്ക്കിടയ്ക്ക് വരാം. എന്നാ ശരി. നിന്റെ വീട് എവിടെ? ഇവിടെ അടുത്ത് തന്നെ സാറേ. അടുത്തോ എന്ന് പറഞ്ഞ? എളങ്ങാട് തന്നെ. ആ, എളങ്ങാട്. സെലേന, ഒരു കാര്യം പറഞ്ഞേ. അതെ, അമേരിക്കയിൽ കാര്യങ്ങൾ അറിയുന്ന ഓർത്തിട്ട് മാഡം ഒരു രീതിയിലും വിഷമിക്കണ്ട. ജോണച്ചായൻ അവിടെ കിടന്ന് എന്നാ ഉണ്ടാക്കിയാലും ഞാൻ വിചാരിച്ചാൽ കൂളായിട്ട് അത് പൊളിക്കാവുന്നേ ഉള്ളൂ. മാഡം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരു ദോഷവും വരാണ്ട് ഞാൻ നോക്കിക്കോളാം. എല്ലാ കാര്യത്തിലും ഞാൻ കൂടെ ഉണ്ടല്ലോ വക്കീലെ. ആണോ? അങ്ങനെയാണെങ്കിൽ ഞാൻ വേറൊരു കാര്യം പറയട്ടെ. അച്ചായൻ്റെ ബില്ലിൽ മാഡത്തിന് പ്രശ്നം ഉണ്ടാക്കുമെന്ന് 1-2 ക്ലോസ് ഉണ്ട്. അതൊന്ന് മാറ്റി വെടിപ്പാക്കുന്നതിനെ പറ്റി മാഡത്തിൻ്റെ അഭിപ്രായം എന്താ? ഓ, അങ്ങനെ ചെയ്യുന്നതായിരിക്കില്ലേ നല്ലത്? അതെ, നമുക്ക് അതൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യണം. എനിക്ക് 1-2 നല്ല വീടുകളുണ്ട്. മാഡം സമയം പോലെ അങ്ങോട്ടേക്കൊക്കെ ഒന്ന് ഇറങ്ങ. ഞാൻ വിളിക്കാം. ഓക്കെ, മതി. അതെ, എനിക്കൊരാളെ കൊല്ലാനൊന്നും പറ്റില്ല. നമുക്ക് ഇങ്ങനെയൊക്കെ അങ്ങ് പോയാൽ പോരെ? എത്ര നാളിങ്ങനെ സാധിക്കും? പിന്നെ ഒന്നുമില്ലാതെ ഞാൻ തെരുവിലേക്ക് ഇറങ്ങിയ എൻ്റെ കൂടെ ഇങ്ങനെയൊക്കെ തന്നെ പോകാൻ ബെല്ല് റെഡിയാണോ? ഇനി അതും പോട്ടെ, എന്താ നമ്മൾ തമ്മിലുള്ള ബന്ധം? നിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. പക്ഷെ അതിനു വേണ്ടി അച്ചായനെ കൊല്ലാനൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല. അതൊക്കെ സത്യം പറഞ്ഞ ഈ ബെല്ലിനെയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടമായത്. നാളൊരു കാലത്ത് സ്വത്തിന് വേണ്ടി നീ എന്നെ കൊല്ലില്ലെന്ന് ഉറപ്പായല്ലോ. അപ്പം നമ്മുടെ പ്ലാൻ മാറ്റുമല്ലേ?
അതൊക്കെ നിന്റെ ടെൻഷൻ കണ്ടപ്പോഴേ ഞാൻ ഉപേക്ഷിച്ചു. അല്ല, ഞാൻ ചോദിച്ചതിനുള്ള ഉത്തരം പറഞ്ഞില്ല. നമ്മൾ തമ്മിലുള്ള ബന്ധം എന്താ? അങ്ങനൊന്നും ചോദിച്ചാൽ എനിക്കറിയത്തില്ല. അതെ, എൻ്റെ നിവർത്തികേട് കൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ ആലോചിക്കുന്നതെന്ന് ബെല്ലിന് മനസ്സിലായില്ലേ? അച്ഛൻ്റെ വീട്ടുകാർ വന്ന് എന്നെ ഇവിടെ നിന്ന് ഇറക്കി വിടാതിരിക്കാനുള്ള എന്തെങ്കിലും ഒരു വഴി പറയൂ. ഞാൻ നാളെ വരാം.